ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ എന്നും വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് അർജന്റീനയിലെ തെക്കൻ പ്രവിശ്യയായ സാന്താക്രൂസിലെ ലോസ് ഗ്ലേസിയേഴ്സ് ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന പെരിറ്റോ മൊറേനോ ഹിമാനി. അർജന്റീനോ തടാകത്തിലെ നീലജലാശയത്തിലേക്ക് പതിക്കുന്ന ഹിമാനിയുടെ ദൃശ്യം ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. ആഗോള താപനം മൂലം ലോകമെമ്പാടുമുള്ള മിക്ക ഹിമാനികളും അതിവേഗം ചുരുങ്ങുന്നുവെന്നാണ് കണ്ടെത്തൽ. എന്നാൽ ഈ പ്രവണതയിൽ നിന്ന് വേറിട്ട പെരിറ്റോ മൊറേനോ ഹിമാനി പതിറ്റാണ്ടുകളായി തന്റെ പിണ്ഡം ഏറെക്കുറെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അസാധാരണമായ സ്ഥിരത കാരണം ഗവേഷകർക്കിടയിൽ പോലും ഇതൊരു അത്ഭുതമായിരുന്നു. എന്നാൽ അടുത്തിടെയായി ഈ ഐസ് ഭീമന്റെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. ഹിമാനിയുടെ മുൻഭാഗത്ത് നിന്ന് ഐസ് കട്ടകൾ ഉരുകി അടർന്നു വീഴുന്നത് സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ്. എന്നാൽ പെരിറ്റോ മൊറേനോയുടെ കാര്യത്തിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഈ ആശങ്കയ്ക്ക് കാരണമാകുന്നത്. പെരിറ്റോ മൊറേനോയുടെ ഈ സ്വഭാവ മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താനായി ശാസ്ത്രജ്ഞർ പഠനം നടത്തി വരികയാണ്. 2024 ഒരു റിപ്പോർട്ട് ഈ വിഷയത്തിൽ വെളിച്ചം വീശുന്നുണ്ട്. ഏകദേശം 50 വർഷത്തോളം പെരിറ്റോ മൊറേനോ സ്ഥിരതയുള്ള പിണ്ഡം നിലനിർത്തിയിരുന്നു. എന്നാൽ ഹിമാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ഹിമനഷ്ടം 2015 ശേഷമാണ് സംഭവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. ഈ കാലയളവിൽ പെരിറ്റോ മൊറേനോ ഹിമാനിക്ക് പ്രതിവർഷം ശരാശരി 0.85 മീറ്റർ പിണ്ഡം നഷ്ടപ്പെട്ടുവെന്നാണ് കണക്ക്. കഴിഞ്ഞ 47 വർഷത്തിനിടയിലെ ഏറ്റവും വേഗതയേറിയ നഷ്ടമാണിതെന്നാണ് വിലയിരുത്തൽ. പെരിറ്റോ മൊറേനോയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ പ്രകാരം ഈ പ്രദേശത്തെ വായുവിന്റെ താപനിലയിൽ നേരിയതും എന്നാൽ സ്ഥിരവുമായ വർധനവുണ്ടാകുന്നു എന്നതാണ്. ഓരോ ദശകത്തിലും ഏകദേശം 0.06 ഡിഗ്രി സെൽഷ്യസ് വീതം ഇവിടെ താപനില കൂടുകയാണ്. ഇതോടൊപ്പം മഴയുടെ അളവ് കുറയുന്നതും ഈ പ്രതിഭാസത്തിന് കാരണമാകുന്നുണ്ട്. അതായത് മഞ്ഞുവീഴ്ച കുറയുകയും ഹിമാനിയുടെ മുകളിൽ പുതിയ ഐസ് രൂപപ്പെടുന്ന പ്രക്രിയ മന്ദഗതിയിലാകുകയും ചെയ്യുന്നതാണ് ഇതിനു കാരണം. മാത്രമല്ല, ഹിമാനിയുടെ അടിത്തട്ടിൽ ഉരുകലും മുൻഭാഗത്ത് നിന്ന് ഐസ് അടർന്നു വീഴുന്നതും വർദ്ധിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്തെ ഐസ് ശേഖരണം കുറയുകയും താഴെ ഉരുകലും അടർന്നു വീഴലും കൂടുകയും ചെയ്യുന്ന ഈ അസന്തുലിതാവസ്ഥ ഹിമാനിയുടെ കനം കുറയ്ക്കാൻ മാത്രമല്ല അതിന്റെ മൊത്തത്തിലുള്ള പിണ്ഡം ചുരുങ്ങാനും കാരണമാകുന്നുണ്ട്. എന്നാൽ ഹിമാനിക്ക് വീണ്ടും ഉരുകിയ നഷ്ടം നികത്താൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നതെങ്കിലും നിലവിലെ നഷ്ടം തുടർന്നാൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകാമെന്നും കരുതപ്പെടുന്നുണ്ട്. അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് ഫീൽഡായ പാറ്റഗോണിയൻ കോണ്ടിനെന്റൽ ഐസിലാണ് ഈ ഹിമാനിയുള്ളത്. അർജന്റീനയിലെ സാന്താക്രൂസ് പ്രവിശ്യയിലെ പ്രശസ്തമായ എൽ കാലഫേറ്റ് നഗരത്തിനടുത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് വെറും 1500 മീറ്റർ ഉയരത്തിൽ നിന്നാണ് പെരിറ്റോ മൊറേനോ ഉത്ഭവിക്കുന്നത്. ഇതിന്റെ മുൻഭാഗം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 200 മീറ്റർ ഉയരത്തിലാണ് ഉള്ളത്. അതിനാൽ തന്നെ മറ്റു പല ഹിമാനികളെ അപേക്ഷിച്ച് പെരിറ്റോ മൊറേനോ കൂടുതൽ എളുപ്പത്തിൽ സന്ദർശിക്കാൻ സാധിക്കുന്നതുമാണ്. ഏകദേശം 50 കിലോമീറ്റർ നീളമുള്ള ഹിമാനിയുടെ മുൻഭാഗം ഏകദേശം 5 കിലോമീറ്റർ വീതിയുള്ളതും തടാകത്തിലെ ജലനിരപ്പിൽ നിന്ന് ഏകദേശം 60 മീറ്റർ ഉയരത്തിലുമാണുള്ളത്. ഹിമാനിയുടെ ഉപരിതലത്തിന് 250 ചതുരശ്ര കിലോമീറ്ററിലധികമാണ് വലിപ്പം. ഇത് ബ്യൂണസ് അയേഴ്സ് നഗരത്തിന്റെ വിസ്തീർണത്തെക്കാൾ കൂടുതലാണെന്നാണ് കണക്ക്. വൈറ്റ് ജെയിന്റ് എന്നറിയപ്പെടുന്ന ഈ ഹിമാനി യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ലോസ് ഗ്ലേസിയേഴ്സ് നാഷണൽ പാർക്കിന്റെ ഭാഗമാണ്. ഈ ഹിമാനികൾ ഉരുകുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ഹരിതഗ്രഹവാതകങ്ങളുടെ പുറന്തള്ളൽ മൂലമുണ്ടാകുന്ന ആഗോള താപനിലയിലെ വർധനവ് വായുവിന്റെയും ജലത്തിന്റെയും താപനില വർദ്ധിപ്പിക്കുന്നു. ഇതുമൂലം ഹിമാനികളുടെ ഉപരിതലത്തിലും അടിത്തട്ടിലുമുള്ള ഉരുകൽ വേഗത്തിലാക്കുന്നു. മഞ്ഞുവീഴ്ച കുറയുന്നതും ഒരു കാരണമാണ്. അതായത് തണുപ്പുള്ള മാസങ്ങളിൽ ഹിമാനിയുടെ മുകളിൽ പുതിയ മഞ്ഞ് അടിഞ്ഞുകൂടുന്നത് കുറയുന്നതും ചൂടുള്ള സമയങ്ങളിൽ നഷ്ടപ്പെടുന്ന ഐസിനെ നികത്താൻ പര്യാപ്തമാകാതെ വരുന്നതും ഈ ഉരുകലിന് കാരണമാണ്. കറുത്ത കാർബണും മലിനീകരണ വസ്തുക്കളും ഹിമാനികളുടെ മാറ്റത്തിന് മറ്റൊരു പ്രധാന കാരണമാണ്. അന്തരീക്ഷ മലിനീകരണം മൂലം കറുത്ത കാർബൺ പോലെയുള്ള വസ്തുക്കൾ ഹിമാനികളുടെ ഉപരിതലത്തിൽ അടിഞ്ഞുകൂടും. ഇത് ഐസിന്റെ പ്രതിഫലന ശേഷി കുറയ്ക്കുകയും കൂടുതൽ താപം ആഗിരണം ചെയ്യാൻ കാരണമാവുകയും ഉരുകൽ വേഗത്തിലാക്കുകയും ചെയ്യുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളും ഈ പ്രക്രിയയെ സ്വാധീനിക്കുന്നുണ്ട്. ചൂടുള്ള പ്രദേശങ്ങളിലെ ഹിമാനികൾ അല്ലെങ്കിൽ അടിത്തട്ടിൽ അസ്ഥിരമായ പാറക്കെട്ടുകളുള്ള ഹിമാനികൾ കൂടുതൽ വേഗത്തിൽ ഉരുകാനും അടർന്നു വീഴാനും സാധ്യതയുണ്ടെന്നും ഗവേഷകർ പറയുന്നു. ദശാബ്ദങ്ങളോളം തന്റെ പിണ്ഡം നിലനിർത്തി അത്ഭുതമായിരുന്ന പെരിറ്റോ മൊറേനോ ഹിമാനിയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഈ മാറ്റങ്ങൾ ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗൗരവകരമായ സൂചനയാണെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.